ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. ഭരണ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്തെ ദേശീയപാത വികസനം സംബന്ധിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് യൂണിറ്റിന് 16 പൈസ വർദ്ധിപ്പിച്ചു. നിരക്ക് വർധന ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ. വയനാട് ദുരന്തത്തിൽ കേരളത്തിന്റെ നിവേദനം പരിശോധിച്ച് ഉചിതമായ കേന്ദ്ര സഹായം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായ 100 ദിന തീവ്രയജ്ഞ പരിപാടിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. അണ്ടർ 19 ഏഷ്യാകപ്പ് ഏകദിന ക്രിക്കറ്റ് സെമിയിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. ഭരണ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭയിൽ പ്രതിപക്ഷ എംപി അഭിഷേക് മനു സിംഗ്വിയുടെ സീറ്റിന് സമീപം കറൻസി നോട്ടുകെട്ട് കണ്ടെടുത്തതുമായി ബന്ധപ്പെട്ടായിരുന്നു ഭരണപക്ഷ എംപിമാരുടെ പ്രതിഷേധം. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായി രാജ്യസഭാ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ അറിയിച്ചു. സഭയുടെ അന്തസ്സിനെ ഹനിക്കുന്ന സംഭവമാണിതെന്ന് പാർലമെന്ററി കാര്യ മന്ത്രി കിരൺ റിജിജു പ്രതികരിച്ചു. അന്വേഷണത്തെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖർഗെ സ്വാഗതം ചെയ്തു. ലോക്സഭയിൽ സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ മുതൽ പ്രതിപക്ഷം വിവിധ വിഷയങ്ങളിൽ പ്രതിഷേധം ആരംഭിച്ചു. കോൺഗ്രസ് നേതാക്കൾക്കെതിരായ ആരോപണം ബിജെപി എംപി നിഷികാന്ത് ദുബെ വീണ്ടും ആവർത്തിച്ചത് പ്രതിപക്ഷത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചു. 12 മണിവരെ നിർത്തിവച്ച സമ്മേളനം വീണ്ടും ആരംഭിച്ചെങ്കിലും ബഹളം തുടരുന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. സംസ്ഥാനത്തെ ദേശീയപാത വികസനം സംബന്ധിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. വളരെ അനുകൂലമായ സമീപനമാണ് കേന്ദ്രമന്ത്രിയിൽ നിന്നും ഉണ്ടായതെന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് അറിയിച്ചു. വളരെ പോസിറ്റീവായ സമീപനമാണ് കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി സ്വീകരിച്ചിട്ടുള്ളത്. നല്ല നിലയിൽ ഈ വിഷയങ്ങൾ പരിഹരിക്കാനും ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടിനെ അദ്ദേഹം അതേ അർത്ഥത്തിൽ അതേ സ്പിരിറ്റിൽ കാണുകയും അതിനെ പിന്തുണക്കുന്ന ഒരു നിലയും പൊതുവെ ഉണ്ടായിട്ടുണ്ട്. 2025 ഡിസംബറോടെ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതിയിൽ ദേശീയപാത 66 യാഥാർത്ഥ്യമാകുമെന്നും ശ്രീ മുഹമ്മദ് റിയാസ് ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് യൂണിറ്റിന് 16 പൈസ വർദ്ധിപ്പിച്ചു. നിരക്ക് വർധന ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു. അടുത്ത സാമ്പത്തിക വർഷം യൂണിറ്റിന് 12 പൈസ കൂടി വർദ്ധിപ്പിക്കും. പ്രതിമാസം 40 യൂണിറ്റ് ഉപഭോഗവും 1000 വാട്ട് കണക്റ്റഡ് ലോഡുമുള്ള ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഗാർഹിക ഉപഭോക്താക്കൾക്ക് താരിഫ് വർധനയില്ല. വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ സംസ്ഥാനം വിശദമായ നിവേദനം നൽകിയത് 3.5 മാസങ്ങൾക്ക് ശേഷമാണെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. സംസ്ഥാനത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച് ഉചിതമായ കേന്ദ്ര സഹായം ഉറപ്പുവരുത്തുമെന്നും കേരളത്തിൽ നിന്നുള്ള എംപിമാർക്ക് നൽകിയ മറുപടിയിൽ അദ്ദേഹം വ്യക്തമാക്കി. വയനാട് പാക്കേജുമായി ബന്ധപ്പെട്ട് എംപിമാർ ഇന്നലെ ശ്രീ അമിത് ഷായുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായ 100 ദിന തീവ്രയജ്ഞ പരിപാടിക്ക് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ നാളെ ഹരിയാനയിൽ തുടക്കം കുറിക്കും. രാജ്യത്തെ 347 ജില്ലകളിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ആരോഗ്യവകുപ്പ് സംസ്ഥാനത്ത് സംഘടിപ്പിക്കുന്ന 100 ദിന തീവ്രയജ്ഞ പരിപാടിയുടെ ഉദ്ഘാടനം ആരോഗ്യമന്ത്രി വീണ ജോർജ് നാളെ പത്തനംതിട്ടയിൽ നിർവഹിക്കും. ഗൃഹസന്ദർശനത്തിലൂടെയും ക്യാമ്പുകൾ നടത്തിയും പരമാവധി ക്ഷയരോഗികളെ കണ്ടെത്തി ചികിത്സിക്കാനാണ് ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത്. അടിസ്ഥാന ബാങ്കിംഗ് നിരക്കുകളിൽ തുടർച്ചയായ 11ാം തവണയും മാറ്റം വരുത്താതെ റിസർവ് ബാങ്ക്. റിപ്പോ നിരക്ക് 6.5% തുടരും. ഈ സാമ്പത്തിക വർഷത്തിൽ 6.6% GDP വളർച്ച പ്രതീക്ഷിക്കുന്നതായും ദ്വൈമാസ ധനനയം പ്രഖ്യാപിച്ചുകൊണ്ട് RBI ഗവർണർ ശക്തികാന്ത ദാസ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. മൃഗസംരക്ഷണ വകുപ്പുമായി ബന്ധപ്പെട്ട വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി മന്ത്രി ജെ ചിഞ്ചുറാണി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് സെക്രട്ടറി അൽക്ക ഉപാധ്യായുമായി കൂടിക്കാഴ്ച നടത്തി. കേരളത്തിലെ പക്ഷിപ്പനി നിയന്ത്രണ നടപടികൾ നേരിട്ട് വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുന്നതിനായി സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘം പക്ഷിപ്പനി ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കണമെന്ന ആവശ്യം മന്ത്രി കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വച്ചു. എറണാകുളം മരടിൽ സ്ഥിതി ചെയ്യുന്ന മറൈൻ അഗ്രികൾച്ചറൽ ലാബിനെ ഉന്നത നിലവാരത്തിലെത്തിക്കുന്നതിനാവശ്യമായ ഫണ്ട് അനുവദിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു.
ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിർമ്മിത ബുദ്ധി തുറന്നിടുന്ന സാധ്യതകൾ ചർച്ച ചെയ്യുന്നതിനുള്ള സംസ്ഥാനത്തെ ആദ്യ അന്താരാഷ്ട്ര കോൺക്ലേവിന്റെ രണ്ടാം പതിപ്പ് ഈ മാസം 8, 9, 10 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു. നിർമ്മിത ബുദ്ധിയുടെ ശക്തി വിവിധ മേഖലകളിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നത് സംബന്ധിച്ച് കോൺക്ലേവ് ചർച്ച ചെയ്യും. സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും മനുഷ്യജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ മർമ്മപ്രധാന മേഖലകളിലും നിർമ്മിത ബുദ്ധിയുടെ ഉപയോഗം പ്രവചനാതീതമായ വിധത്തിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന ആശങ്കകളും ഉത്കണ്ഠകളും സാധ്യതകളും എല്ലാം ചർച്ച ചെയ്യാവുന്ന വിധത്തിലാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കപ്പെടുന്നത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട നൈതിക പ്രശ്നങ്ങളും ഇവിടെ ചർച്ചയ്ക്ക് വിഷയമാകും. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ IHRD ആണ് അന്താരാഷ്ട്ര നിർമ്മിത ബുദ്ധി കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ തൊടുപുഴയിൽ പ്രവർത്തിക്കുന്ന സോർട്ടിംഗ് ഓഫീസ് നിലനിർത്താൻ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യന്റെ ഇടപെടലിനെ തുടർന്ന് തീരുമാനം. രാജ്യത്ത് നടപ്പാക്കാൻ പോകുന്ന രജിസ്റ്റേർഡ് സ്പീഡ് പോസ്റ്റ് ഓഫീസുകളുടെ ലയനത്തെ തുടർന്നാണ് തൊടുപുഴ ഉൾപ്പെടെ കേരളത്തിലെ 12 സോർട്ടിംഗ് ഓഫീസുകൾ അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത്. ഇതിൽ തൊടുപുഴ, തിരൂർ, കാസർഗോഡ് ഓഫീസുകൾ നിലനിർത്താനാണ് ഇപ്പോൾ തീരുമാനമായത്. ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് ജാമ്യം. കേരളം വിടാൻ പാടില്ല തുടങ്ങിയ ഉപാധികളോടെയാണ് തിരുവനന്തപുരം ജില്ലാ മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത്. അന്വേഷണ സംഘത്തിന് മുന്നിൽ രാവിലെ ഹാജരായ സിദ്ദിഖിനെ അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കുകയായിരുന്നു. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ 2 ബസിനിടയിൽപ്പെട്ട് ഒരാൾ മരിച്ചു. കേരള ബാങ്കിലെ ജീവനക്കാരൻ ഉല്ലാസാണ് മരിച്ചത്. റോഡ് മുറിച്ചു കടക്കുന്നതിനിടെയാണ് അപകടം. പോലീസ് വാഹനത്തിൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കോഴിക്കോട് വടകരയിൽ 9 വയസ്സുകാരിയെ ഇടിച്ചിട്ട ശേഷം നിർത്താതെ പോയ കാർ മാസങ്ങൾക്ക് ശേഷം കണ്ടെത്തി. പുറമേരി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കാറാണ് അപകടത്തിന് പിന്നിൽ. കാർ ഓടിച്ചിരുന്നയാൾ വിദേശത്താണ്. അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ കുട്ടി 9 മാസങ്ങളായി ചികിത്സയിലാണ്. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പ്രതിമാസ പ്രഭാഷണ പരമ്പര മറ്റന്നാൾ ആലപ്പുഴ തലവടി ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടക്കും. തോമസ് കെ തോമസ് MLA ഉദ്ഘാടനം നിർവഹിക്കും. കുട്ടനാടിന്റെ ചരിത്രവും വർത്തമാനവും എന്ന വിഷയത്തിൽ പ്രശസ്ത ചരിത്രകാരൻ MG ശശിഭൂഷൺ പ്രഭാഷണം നടത്തും. മധുപാൽ, ഫ്രാൻസിസ് നൊറോണ, ഗിരിജ സേതുനാഥ്, സലിൻ മാങ്കുഴി തുടങ്ങിയ ശ്രദ്ധേയ കഥാകൃത്തുക്കൾ പങ്കെടുക്കുന്ന കഥയരങ്ങും ഇതോടനുബന്ധിച്ച് നടക്കും. ബോർഡർ ഗവാസ്കർ ട്രോഫി ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരത്തിന്റെ ആദ്യ ഇന്നിംഗ്സിൽ ഇന്ത്യ 180 പുറത്ത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയ 1ാം ദിനം മത്സരം അവസാനിക്കുമ്പോൾ 1 വിക്കറ്റ് നഷ്ടത്തിൽ 86 റൺസ് എന്ന നിലയിലാണ്. 5 മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ നിലവിൽ ഇന്ത്യ 1-0 മുന്നിലാണ്. അണ്ടർ 19 ഏഷ്യാകപ്പ് ഏകദിന ക്രിക്കറ്റ് സെമിയിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. 21.4 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ വിജയലക്ഷ്യം മറികടന്നത്. ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ശ്രീലങ്ക 46.2 ഓവറിൽ 173 റൺസിന് പുറത്താവുകയായിരുന്നു. ISL ഫുട്ബോളിൽ ഇന്ന് പഞ്ചാബ് FC മൊഹമ്മദൻ SCയെ നേരിടും. രാത്രി 7:30 ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലാണ് മത്സരം. രാജ്യത്തെ ഓഹരി വിപണികൾ നഷ്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 57 പോയിന്റ് കുറഞ്ഞ് 81,709ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 31 പോയിന്റ് താഴ്ന്ന് 24,678ലുമാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 56,920 രൂപയും ഗ്രാമിന് 7,115 രൂപയുമാണ് വില. ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ വൻ തിരക്ക്. 53,000-ലേറെ തീർത്ഥാടകരാണ് ഇന്ന് ഉച്ചയ്ക്ക് 2 മണിവരെ ദർശനം നടത്തിയത്. സുഗമമായ തീർത്ഥാടനം ഉറപ്പുവരുത്തുന്നതിനായി പോലീസിന്റെ 3ാമത്തെ ബാച്ച് സന്നിധാനത്ത് ഇന്ന് ചുമതലയേറ്റു. വൈദ്യുതി വിതരണ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നിർണായക ചുവടുവയ്പുമായി KSEB. ആദ്യഘട്ടമായി 2,500ഓളം ജീവനക്കാർക്ക് 12 ദിവസം നീളുന്ന 90 മണിക്കൂർ സുരക്ഷാ പരിശീലനം ലഭ്യമാക്കും. KSEB ചെയർമാൻ ബിജു പ്രഭാകറും കേന്ദ്ര പവർ സെക്ടർ സ്കിൽ കൌൺസിൽ CEO VK സിംഗും തമ്മിൽ ഇത് സംബന്ധിച്ച ധാരണാപത്രം ഒപ്പിട്ടു. മുൻഗണനാ റേഷൻ കാർഡ് ഗുണഭോക്താക്കൾക്കായി തിരുവനന്തപുരം ജില്ലാ സപ്ലൈ ഓഫീസിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ മസ്റ്ററിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. കുടപ്പനക്കുന്ന് ഫ്രീമെൻസ് ക്ലബ്ബിൽ സംഘടിപ്പിച്ച മസ്റ്ററിംഗ് ക്യാമ്പ് മന്ത്രി GR അനിൽ സന്ദർശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭരണ പ്രതിപക്ഷ പ്രതിഷേധങ്ങളെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. സംസ്ഥാനത്തെ ദേശീയപാത വികസനം സംബന്ധിച്ച് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്ത് വൈദ്യുതി നിരക്ക് യൂണിറ്റിന് 16 പൈസ വർദ്ധിപ്പിച്ചു. നിരക്ക് വർധന ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ. വയനാട് ദുരന്തത്തിൽ കേരളത്തിന്റെ നിവേദനം പരിശോധിച്ച് ഉചിതമായ കേന്ദ്ര സഹായം ഉറപ്പുവരുത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. ദേശീയ ക്ഷയരോഗ നിവാരണ പദ്ധതിയുടെ ഭാഗമായ 100 ദിന തീവ്രയജ്ഞ പരിപാടിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കം. അണ്ടർ 19 ഏഷ്യാകപ്പ് ഏകദിന ക്രിക്കറ്റ് സെമിയിൽ ശ്രീലങ്കയ്ക്കെതിരെ ഇന്ത്യയ്ക്ക് 7 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25-ന്.